ഹലോ, ഇന്നലത്തെ ചക്കയുടെ കാര്യങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. ബാക്കി ചക്ക ഇരിപ്പുണ്ടായിരുന്നേ, നമ്മൾ പകുതി എടുത്തോളേ. അപ്പോൾ ഈ ബാക്കി പകുതിയും കൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? എൻ്റെ അമ്മ വീട്ടിലോട്ട്. ഇത് ചക്ക ഇരിക്കുന്ന കണ്ടില്ലേ, സീറ്റിലായിരിക്കുന്നത്, നിലത്ത് പോലും അല്ല. ഇന്നലെ നമ്മൾ പകുതി വെട്ടിയെടുത്ത ചക്കയില്ലേ, അത് നമ്മൾ രണ്ടായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ചക്ക വെച്ചു, അതിൻ്റെ ബാക്കി ഞങ്ങൾ ഇന്ന് രാവിലെയും വെച്ചു. ഇത് കഥയൊക്കെ പറഞ്ഞ് നമ്മളിത് എൻ്റെ അമ്മ വീടിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ചക്കേനെ വളരെ രാജകീയമായ രീതിയിലാണ്ട് വീട്ടിലോട്ടേക്ക് കൊണ്ടുപോവാണേ. പക്ഷേ നേരോടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മായിക്കൊരാഗ്രഹം വീണ്ടും ആ ചക്കേനെ രണ്ടാക്കി മുറിക്കണം എന്ന് വെച്ചിട്ട് എന്നാത്തിനാണെന്നറിയാവോ, അപ്പുറത്തെ വീട്ടിലും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഈക്വലായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ തന്നെ ഇതേ കോടാലിയൊക്കെ എടുത്ത് ഞാനും കൂടിയേ. പക്ഷേ ആ ചക്ക ഒരു രക്ഷയില്ലായിരുന്നു, അത് മുറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടന്ന് വലിച്ച് തകർത്ത് കഷ്ടപ്പെട്ട് അതിനെ ഞങ്ങൾ രണ്ടാക്കി എടുത്തു. അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുവാണേ രണ്ടുപേരെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതൊക്കെ എന്തോരം കണ്ടതാ എന്നുള്ള രീതിയിൽ അതിൻ്റെ രണ്ടുപേരും കൂടെ അകത്തോട്ടേക്ക് കയറിപ്പോയേ. നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ലായേ. എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ ചക്ക വെട്ടിയിട്ട് അതിനകത്തുനിന്ന് തന്നെ ഒരു കഷ്ണം എടുത്തിങ്ങനെ തിന്നാന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ അമ്മായും കൂടെ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ചക്കനെ രണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണം. അപ്പോഴത്തേന് ഇവരിവിടെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. ഒരു കുഞ്ഞു പഴമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ ടാറ്റയൊക്കെ കൊടുത്താണ്ട് ഇറങ്ങി പോരുവാണേ. ഞങ്ങളെ വഴിയിലോട്ട് ഇറക്കി വിടാനിടത്തെ ലൈറ്റൊക്കെ തെളിച്ച് രണ്ടുപേരും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നത്, കാരണം വീട്ടിൽ വന്നിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേണ്ട പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞിങ്ങനെ ഇറങ്ങുവാണേ. വരുന്ന വഴിക്ക് ചേന്നാട് ഇറങ്ങി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടാണ് പോരുന്നത്. കുറച്ച് സാമ്പാർ കൂട്ടമൊക്കെ മേടിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് അപ്പനും മോനും മുന്നേ അങ്ങ് നടന്നു പോയേ. ഞങ്ങൾ രണ്ടുപേരും പുറകെ പോരുവാണ്. തണുത്ത കുടിക്കാൻ തോന്നിയപ്പോൾ ഒരു സ്പ്രൈറ്റും 2 ഐസ്ക്രീമും മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.